അതേപോലെ കുണ്ടും കുഴിയും ഉള്ള ഓഫ് റോഡും എല്ലാം ചാടി വെറുതെ ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് സകല ക്ലച്ചും വിട്ട കേട്ടോ. കംപ്ലീറ്റ്ലി ഒരു അന്യായ സ്ഥലമായി പോട്ടത്. ഇത്തട്ടാ വരുവാടാ വരുവേടാ. ഹലോ യൂട്യൂബ്, ഞാനിപ്പോൾ ആണ് നിലവിൽ നമ്മുടെ മൂന്നാർ വട്ടവടയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാണ്. അവരെന്നെ വിളിച്ചോണ്ട് വന്നതാണ്. അപ്പം വട്ടവട മിനി മെക്സിക്കോയുടെ നേരെ മേളിൽ ഏറ്റവും ടോപ്പ് ഈ കാണുന്ന, അതായത് താഴെ കോവിലൂർ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ 9-10 കിലോമീറ്റർ ഏറ്റവും ടോപ്പിൽ, വട്ടവട ഏറ്റവും ടോപ്പിൽ എത്തുന്ന ഒരു സ്ഥലമാണ് പഴന്തോട്ടം വ്യൂ പോയിന്റ്. ഇനി ഒരിക്കലും വട്ടവടയിലേക്ക് ഇല്ല എന്നൊക്കെ ഓരോ തവണ തീരുമാനിക്കും. പക്ഷെ വീണ്ടും പിന്നെയും ചുമ്മാതിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഷാരോൺ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് പോരും. അങ്ങനെ ഷാരോൺ കൊണ്ടുവന്നാണ് ഇത്തവണയും. പ്രധാന കാര്യം പറയാനുള്ളത്, ഇങ്ങോട്ട് യാതൊരു കാരണവശാലും വലിയ വണ്ടികളല്ല അതൊന്നും തന്നെ കടന്നു വരത്തില്ല. ചെറിയ കാറുകളോ അങ്ങനെ അടിതെട്ടുന്നതായ ഒരു സംഭവം ഇങ്ങോട്ട് വരത്തില്ല. ബൈക്ക് സ്കൂട്ടറൊക്കെയാണ് അത് ഓടിക്കാനുള്ള ഒരു കപ്പാക്കുറ്റിയുള്ളവർക്ക് അത് ഓടിക്ക് പോരാ. അതല്ലാതെ ചെറിയ കാര്യം കൊണ്ടൊന്നും വന്നാൽ കാര്യം നടക്കത്തില്ല. നമ്മളിവിടെ ജീപ്പിൽ, അതായത് സഫാരി ജീപ്പുണ്ടല്ലോ, അതിൽ തന്നെ വരേണ്ടി വരും. അതിന് വലിയ ചാർജ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളിത് തിരക്കിയില്ല, കാരണം വേറൊന്നുമല്ല, എപ്പം മിനി മെക്സിക്കോയിൽ വന്നാലും ഇവിടെ സെബിൻ്റെ താറ് കൊടുത്താണ് അതിലെല്ലാം പോകുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷേ ജീപ്പ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, എപ്പം നോക്കിയാലും ഇവിടെ കിട്ടും. എന്നെ മൈ ഗുഡ്നസ് മീ. ആഹാ, ഓഹോ ഓഹോ. ഈ വട്ടവടയിൽ 2 ട്രെക്കിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് ലോങ് ട്രെക്കിങ്ങും ഒരു ഷോർട്ട് ട്രെക്കിങ്ങും. ഈ 2 ട്രെക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത് പഴന്തോട്ടം ലോഗ് ഹൗസിൻ്റെ അവിടെ നിന്നാണ്. ലോങ് ട്രെക്കിങ് 3 മണിക്കൂറോളമാണ്, 400 രൂപ മറ്റോ അതിന് ഒരാൾക്ക്. ലോങ് ട്രെക്കിങ്ങിന് പോകാതെ ഞങ്ങൾ ഷോർട്ട് ട്രെക്കിങ്ങാണ് പോയത്. അതിനൊരാൾക്ക് 50 രൂപ മറ്റോ ആയിട്ടുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മൗണ്ടെയിൻ ഷോല ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ പ്രോഗ്രാം പഴത്തോട്ടം. അവിടം വരെ ഒന്ന് വന്ന ഒരുമാതിരി ഉടുക്കത്തെ അന്യായ വ്യൂ സ്ഥലമായി കേട്ടോ. ഒരു രക്ഷയില്ല, നിങ്ങൾ കണ്ടു നോക്കി ഒരു രക്ഷയില്ല സ്ഥലം, അന്യായ വേബ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറിയതാണ്. ഇവിടെ സ്റ്റേയുടെ ഒക്കെ ലുക്ക് നോക്കി, ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ആ ഒരു അന്തരീക്ഷം കണ്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ വണ്ടി, ഇതാ നമ്മുടെ മിനി മെക്സിക്കോയുടെ വണ്ടി, അതല്ല വന്നത്. ഇത്തട്ടാ വരുവാടാ വരുവേടാ. അവരൊക്കെ മുന്നിൽ പോയി കേട്ടോ, എൻ്റെ കൂടെ വന്നവരെ, നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ. ഇഷ്ടംപോലെ സ്റ്റേസ് വീണ്ടും പണി നടക്കുന്നുണ്ട്. ഇത് നല്ല ഹൈറ്റിലൂടെ നമ്മൾ പോകുന്നു കേട്ടോ. ഗ്രാസ്ലാൻഡാണേ, കാല് താന്നാന്ന് പോവാ. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ് വ്യൂ. എൻ്റെ പൊന്നെ, ഞാനിപ്പോൾ വേണ്ട സ്വർഗത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ ആന വരാതിരിക്കാനുള്ള ഫെൻസിങ് ഉണ്ട്. അയ്യോ, അങ്ങോട്ട് നോക്കി, അത് ഏത് സ്ഥലങ്ങളാണെന്നൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയോ കാണാം. എന്തായാലും വട്ടവടയ്ക്ക് അപ്പുറമുള്ള ഏതോ സ്ഥലങ്ങളാണ്. പിന്നെ അതിനകത്തോട്ട് കയറുവാണേ. അവർ തന്നിപ്പോണ്ട് കൂടെ വന്നത്. എനിക്ക് മാത്രമുള്ള അണപ്പ്, അവർക്കാരും ഒരു അണപ്പുമില്ല. ഷാണേ പോകും. അങ്ങ് ദൂരെ താഴെ കാണുന്നതാണ് കോവിലൂർ ഗ്രാമം. അവിടുന്ന് കോവിലൂരിൽ നിന്ന് 9 കിലോമീറ്റർ നമ്മൾ മേലേക്ക് കൃഷിസ്ഥലം വഴി കയറി വരുന്നതാണ് ഈ പഴന്തോട്ടവും പിന്നെ ഞങ്ങൾ താമസിച്ച മിനി മെക്സിക്കോ റിസോർട്ടും ഒക്കെ. മൊത്തം സൂപ്പർ കൃഷിയാണ് കേട്ടോ, അടിപൊളിയാണ്. നല്ലവരായ നാട്ടുകാരുള്ള, ആർക്കും പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നോക്കിയേ, അയ്യോ കോവിലൂർ ഗ്രാമം. അത് നമ്മൾ മൂന്നാറിന്ന് 45 കിലോമീറ്റർ വന്ന് പാമ്പാടിശോല നാഷണൽ പാർക്കിൽ കൂടെ കയറി മുന്നോട്ട് വന്ന് ഒരു 10 കിലോമീറ്റർ വന്നിട്ട് വരുമ്പോൾ അതാണ് കോവിലൂർ. എവിടുന്നോ ആണ് നമ്മൾ ഇങ്ങനെ കറങ്ങി 9-10 കിലോമീറ്റർ വന്ന് ഈ താഴെ എവിടെയോ അങ്ങ് താഴെയായിട്ട് പഴന്തോട്ടം വ്യൂ പോയിന്റ്.
എല്ലാവരും പോയി അവിടെ പോയി ഇരുന്നല്ലോ. നമ്മുടെ സഹോദരങ്ങളെല്ലാം പോയി മെഴുപ്പ് വരുന്നു. നമ്മുടെ കുഞ്ഞുമങ്ങൾ കൈപോക്കി കാണിക്കുന്നു. എനിക്കാണെങ്കിൽ ഹൈറ്റ് ഭയങ്കര പേടി, എന്നെ കൈയും കാലം വിറയ്ക്കുന്നത് എല്ലാം കൂടെ കണ്ടിട്ട്. താഴൊന്നും പോകത്തില്ല, പേടിക്കണ്ട. അടിപൊളി സ്ഥലം. കാര്യം തന്നെയാ. നമുക്കൊരു 12 കിലോമീറ്റർ ലാഭിച്ച് താഴ്ചില്ല. വെറുതെ അവിടെ മിനി മെക്സിക്കോ റിസോർട്ടിൽ ഇരുന്ന് ഞങ്ങളെ എല്ലായിടം കൊണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞ സാഗർ പൊക്കിക്കൊണ്ട് വന്നതാ. പക്ഷെ അതാ ചുമ്മാതെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയും ഇതിന്റെ ഇമ്പോർട്ടൻസും ഇതിന്റെ ഒരു ഒടുക്കത്തെ മ്യാരക ഭംഗിയെല്ലാം കണ്ട് എൻ്റെ ബോധം പോയി എന്നാണ് പറയാം കേട്ടോ. ബോധം പോയി. ആ മിനി മെക്സിക്കോന്ന് എനിക്ക് 5-6 കിലോമീറ്റർ മേലുണ്ടെന്ന് തോന്നുന്നവരൊക്കെ വരാൻ. ഇവിടുത്തെ ഓഫ് റോഡും കാര്യങ്ങളും കണ്ട് ഈ സ്ഥലം കണ്ട് വല്ലാതെ കണ്ണ് മഞ്ഞളിച്ചോട്ടോ. ഭയങ്കരമായിട്ടൊരു മുമ്പ് പറഞ്ഞില്ല, അത് തന്നെ സിനിമാറ്റിക് വ്യൂസ് ആണ് ഇവിടെ മുഴുവൻ. നിങ്ങൾ പറ്റുമ്പോൾ ഇവിടെ വന്ന് താമസിച്ചിട്ട് തന്നെ പോകണം. ഈ മൂന്നാർ ടൗണിൽ വന്ന് കറങ്ങിപ്പോടുന്നു എന്തോ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ മൂന്നാർ വരുന്ന ഒരുമാതിരിപ്പെട്ട ആരും തന്നെ ഈ വട്ടവട ഭാഗത്തേക്ക് വരുന്നേ ഇല്ലെന്ന. കാരണം ഇവിടെ എപ്പം വന്നാലും മൂന്നാറിലെ ആ തിരക്കും ബ്ലോക്കിന് ഇടവഴി ഒരു വിധത്തിലായിരിക്കും മണിക്കൂറുകൾ തള്ളി ഈ കോവിലൂർ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഒരു തിരക്കിലൊന്നുമില്ല. അത് എനിക്കെന്താ ആൾക്കാർ അങ്ങനെ ഇങ്ങോട്ട് വരാതിരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. പഴന്തോട്ട് ലോ ഹൗസ് വരുന്നതിന് എനിക്കൊന്ന് കുറേ ദൂരമുണ്ട്, കുറച്ചേറെ ദൂരമുണ്ട്. നല്ല ഓഫ് റോഡാണ്. അല്ലാതെ ചിലർ പറയുന്ന പോലെ കോവിലൂരിൽ നിന്ന് മേലോട്ട് 10-15 കിലോമീറ്റർ ഒന്നും ഇവിടെ എത്തത്തില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എത്തത്തില്ല. ഈ പഴന്തോട്ടം ലോ ഹൗസിൽ അക്കോമഡേഷൻ വന്നിട്ട് അധികമായിട്ടില്ലെന്നാണ്. കാരണം 2018 വലിയൊരു കാട്ടുതീ പിടുത്തം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 75 ഹെക്ടർ വനഭൂമിയോടെ കത്തി നശിച്ചു. ആ ഒരു സമയത്ത് ഈ ലോ ഹൗസ് എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കാൻ വഴിയില്ല. എനിക്ക് തോന്നുന്നത് അതിന് ശേഷം നിർമ്മിച്ചാണെന്നാണ്. എന്തായാലും ഒരിക്കലും ഇവിടെ താമസിക്കണം കേട്ടോ. നല്ല അടിപൊളി, നല്ല ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. 2018 ആ തീപിടുത്തത്തിന് ശേഷം ഇവിടുത്തെ കുറേയൊക്കെ സ്ഥലത്ത് ഈ കൃത്രിമമായിട്ട് പുല്ലും ചെടികളും മറ്റും നട്ടുപിടിപ്പിച്ച് നശിച്ചു പോയ ആ ഒരു വനഭൂമി മനോഹരമായ ഒരു പുൽമേടായി മാറുന്നതാണ് ഇപ്പം നമുക്കിവിടെ ശരിക്കും കാണാൻ കഴിയുന്നത്. ഈ മൊണ്ടൈൻ പുൽമേടുകൾ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ 1500 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന കുറേ മലനിരകൾക്കാണ്. മിക്കവാറും ഒക്കെ അത് സ്വാഭാവിക പുൽമേടുകളായിരിക്കും. മലകളുടെ താഴ്വാരങ്ങളിലെ ഷോലക്കാടുകളും ഉയർന്ന മലമുകളിലും മലഞ്ചെരുവിലും ഒക്കെ പുൽമേടുകളാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ഈ കാടുകളിൽ മാത്രം കാണുന്ന മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ്. മറ്റൊരിടത്തും ഇതിനെ കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പുൽമേടുകൾ സ്പോഞ്ച് പോലെ ഈ ജലം മൊത്തം ശേഖരിച്ചു വെച്ച് അത് മെല്ലെ മെല്ലെ പുറത്തേക്ക് വിട്ട് അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ പല നദികളുടെ ഉത്ഭവ സ്ഥാനം കൂടിയാണ് ഇത്തരം മൊണ്ടൈൻ പുൽമേടുകൾ. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പാമ്പാട് ഷോള നാഷണൽ പാർക്കിന്റെ പരിധി വരുന്ന ഈ പഴന്തോട്ടം ലോ ഹൗസും ഗ്രാസ് ലാൻഡ് രജിസ്ട്രേഷൻ പ്രോഗ്രാമും ഒക്കെ നടത്തുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലാണ് പഴന്തോട്ടം ലോ ഹൗസ്. ഈ മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് ആനമുടി ഷോളയിലെയും നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലെയും പാമ്പാട് ഷോള നാഷണൽ പാർക്കിലെയും ഒക്കെ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, സംരക്ഷിത മേഖലകളിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ വേറെ ലോകത്തെത്തോടെ നമ്മൾ ചില ഈ ഒരു ലോ ഹൗസിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അത്രയും നേരവും അടിപൊളിയാണ്, എല്ലാമാണ്. ഭയങ്കരമായ മലനിരകളും മഞ്ഞും കോടയെല്ലാം ആണ്, ഓക്കെയാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് ചില സിനിമ തിയേറ്ററിൽ നമ്മൾ പാട്ട് സീൻ പെട്ടെന്ന് വന്നാൽ എങ്ങനെ അതുപോലെയാണ്. ഇതൊരു ഒരു തരത്തിലും നമുക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ. ഇത്രയൊക്കെ യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മളങ്ങ് വല്ലാതായി പോകുന്ന അവസ്ഥ. അത് ഇവിടെ നിങ്ങൾ നേരിട്ട് വന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഭയങ്കരമായൊരു അനുഭവമായിരുന്നു എനിക്ക് കേട്ടോ. എന്തായാലും കൊള്ളാം. എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ ഒന്നൊന്ന് സ്റ്റേ ചെയ്യണം. ആ ഒരു തീരുമാനം, ആ ഒരു ആഗ്രഹമായിട്ട് ഞങ്ങൾ വഴിയെ അങ്ങോട്ട് തിരിച്ച് മിനി മെക്സിക്കോയിലേക്ക് പോട്ടെ. അവിടുന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് തിരിച്ച് നേരെ നാട്ടോട്ടും പോകണം. അപ്പോൾ മറ്റൊരു വീഡിയോ അതിൻ്റെ കാഴ്ചകളുമായിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും ബൈ.